കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരുടെയും ജീവിതം ചെറുതാണ്. അതിനെ വലുതാക്കുന്നതും മനോഹരമാക്കുന്നതും നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകൾ എപ്പോഴും പുതുമയുള്ളതും നന്മയുള്ളതും ആയിരിക്കണം. ചിന്തിച്ചാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാനും കഴിയണം. നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആണെങ്കിൽ വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ മനസ്സിനെ മാറ്റാൻ കഴിയില്ല. നമ്മുടെ ചിന്തയുടെ പരിണിത ഫലമാണ് നാം. മനസ്സാണ് എല്ലാം, നാം എന്ത് വിചാരിക്കുന്നുവോ അതായിത്തീരുന്നു എന്ന ബുദ്ധവചനം ഓർക്കാം. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്, പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റാം. അവിടെയാണ് നമ്മുടെ വിജയം. ഇന്ന് മെയ് 3, ഞായറാഴ്ച. മനോഹരങ്ങളായ ചിന്തകളും പ്രവൃത്തികളുമായി ഇന്നത്തെ ദിനം സന്തോഷഭാരിതമാകട്ടെ. ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ അങ്കിത ലക്ഷ്മി, 5Cയിലെ കൂട്ടുകാർക്കും ഹെമ്മി ടീച്ചർക്കും ഒപ്പം സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മനസ്സിലെ കനലുകളെ അക്ഷരങ്ങളാക്കി മാറ്റുന്നതാണ് കവിത. വരികൾക്കിടയിലെ മൗനവും ഈണവും ചേർത്തുവെച്ച് ഇവിടെ അവതരിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രിയ കൂട്ടുകാരി ആരാധ്യ അനൂപ്. ഈ കവിതയുടെ വരികളിലേക്ക് നമുക്കൊന്ന് കണ്ണു തുറക്കാം. പ്രിയ കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു കവിത കേട്ടാലോ? പി മധുസൂദനൻ നായരുടെ മൃതിവരം എന്ന കവിതയിൽ കുറിച്ചു ഭാഗമാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. മൃതിവരം തന്ന ജന്മമേ, നിന്നോടീ മലിനദേഹം ഇരന്നതേയില്ല ഞാൻ. മൃതിവരം തന്ന ജന്മമേ, നിന്നോടീ മലിനദേഹം ഇരന്നതേയില്ല ഞാൻ. നരകഗാഥയിൽ എന്നെ ആർത്തസ്വര കണികയായി കൊരുത്തിട്ടതെന്തു നീ? അരുണജീവനുടച്ചെറിഞ്ഞെന്നിലെ തരുണരക്തം പുളിപ്പിച്ചതെന്തു നീ? കുടലുവറ്റിയ ബാല്യവും തീക്ഷ്ണമാം കടലു നക്കും ഹരിത കൗമാരവും ഉടലിൽ വാഴും പുരാതനമഗ്നിയും ഉരലിലിട്ട് ചതയ്ക്കുന്നതെന്തു നീ? ചിതൽ കരണ്ട കുലപ്രതാപത്തിലൻ ജനനി തന്മനം വീണു പൊട്ടുന്നതും, ചിതൽ കരണ്ട കുലപ്രതാപത്തിലൻ ജനനി തന്മനം വീണു പൊട്ടുന്നതും, മുറിവിലെ ചോര തൊട്ട് കുലീനമാം കുറിയണിഞ്ഞ അച്ഛനൂരു ചുറ്റുന്നതും, വറുതി തുള്ളിയഴിച്ച കളത്തിൽ ഞാൻ വയറുഴിഞ്ഞ് വിശപ്പു മാറ്റുന്നതും, ഒരു നറുന്നണ്ടി വേരിനായി പട്ടിണിക്കുഴികളിൽ നിലം പറ്റെ ഇഴഞ്ഞിഴഞ്ഞ് അയലിടങ്ങളിൽ ഊറും മണങ്ങളിൽ മനമിഴച്ചു മടങ്ങിയെത്തുന്നതും, പറകയാണ് പറകയാണ് ഇതിഹാസങ്ങളോതുമാ പഴയ സൂതൻ്റെ പിന്മുറപ്പാട്ടുകാർ. കഥയിലെ കരുണം കൊണ്ടു മീലിതം ബലിസദസ്സിൽ പുരോഹിതലോചനം അകമലിഞ്ഞ് എന്നെ വന്നു തൊടുന്നിതോ, അരികിൽ വേവും ഉരുക്കുനേയിൻ മണം.
രസന ബന്ധിച്ചു തീയൊഴിഞ്ഞ് എപ്പോഴേ വിഷസനത്തിനൊരുക്കിയതേനു ഞാൻ. രശന ബന്ധിച്ചു തീയൊഴിഞ്ഞ് എപ്പോഴേ വിഷസനത്തിനൊരുക്കിയതേനു ഞാൻ. എവിടെയുണ്ടൊരു ദേവനിന്നെൻ്റെ ഈ അഴലിനെ കനലാഴിയിൽ തള്ളുവാൻ. അനുജനെ താങ്ങി മെയ്യണച്ച് അമ്മ തന്നുറവു നിർത്താതെ ഊട്ടവേ. അനുജനെ താങ്ങി മെയ്യണച്ച് അമ്മ തന്നുറവു നിർത്താതെ ഊട്ടവേ. ചേഷ്ടനെ മധുരമെല്ലാം ഒഴിച്ചും പുതപ്പിച്ചും അരുമയോടച്ഛനാകാശമെണ്ണവേ. ഇടയിലീ മകൻ അച്ഛനും അമ്മയും സിരയിലുള്ളവൻ. ഇടയിലീ മകൻ അച്ഛനും അമ്മയും സിരയിലുള്ളവൻ. അക്ഷരപാരണയ്ക്ക് അരികു പൊട്ടിയ മൺചട്ടി ജീവിത കനലിൽ മുക്കി കുടിച്ചു വളർന്നവൻ. അരികു പൊട്ടിയ മൺചട്ടി വേദന കനലിൽ മുക്കി കുടിച്ചു വളർന്നവൻ. താങ്ക് യു. ഓരോ യാത്രയും ഓരോ പുതിയ അറിവാണ്. പരിചിതമായ കാഴ്ചകളിൽ നിന്നും അപരിചിതമായ വഴികളിലേക്കുള്ള ഒരു മാറ്റം. മനസ്സിനെ ഒന്ന് സ്വതന്ത്രമാക്കാൻ പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ ഞാൻ നടത്തിയ മനോഹരമായ യാത്രയുടെ വിശേഷങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് അഞ്ജിത ലക്ഷ്മി എന്നാണ്. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഒരു കൊച്ചു യാത്രാ വിവരണമാണ്. എൻ്റെ കൊടൈക്കനാൽ യാത്ര. അന്ന് രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് വലിയ മടിയായിരുന്നു. തണുപ്പ് കൊണ്ട് മൂടി പുതച്ച് ഉറങ്ങാനായിരുന്നു എനിക്കിഷ്ടം. പക്ഷേ കുറേ കാഴ്ചകൾ കാണാനുള്ളത് കൊണ്ട് തന്നെ അതിരാവിലെ എനിക്ക് എഴുന്നേൽക്കേണ്ടി വന്നു. ഞാൻ എഴുന്നേറ്റ് പതിയെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കോട കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു ആ സ്ഥലം. കുറച്ചു നേരം ആ കാഴ്ച ഞാൻ അങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്ത് വേഗം തന്നെ ഞങ്ങൾ റിസോർട്ടിന് പുറത്തിറങ്ങി. ദൂരെ കോട നിറഞ്ഞ മലനിരകൾ കാണാമായിരുന്നു. എത്ര മനോഹരമായ കാഴ്ചയായിരുന്നു അത്. ആ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ അടുത്ത ടീ ഷോപ്പിൽ കയറി നല്ല ചൂട് ചായ കുടിച്ചു. ആ കൊടും തണുപ്പിൽ ചൂട് ചായ കുടിച്ചപ്പോൾ നല്ല സുഖമായിരുന്നു. എന്നിട്ട് വേറെയും ഒരുപാട് കാഴ്ചകൾ കാണാനായി അവിടെ നിന്നിറങ്ങി. ഞങ്ങൾ ആദ്യം അവിടുത്തെ വ്യൂ പോയിന്റിൽ പോയി. അവിടുന്ന് നോക്കുമ്പോൾ കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞ മലനിരകളും ആകാശവും ഒന്നാണെന്ന് തോന്നിപ്പോയി. അത്രയ്ക്കും മനോഹരമായ ആ കാഴ്ച. പിന്നെ പൈൻ ഫോറസ്റ്റിൽ കൂടെ ഓടി നടന്നു കളിച്ചു. അത് കഴിഞ്ഞ് ഗുണ കേവ് കാണാൻ പോയി. കാണുമ്പോൾ ഒരു കൗതുകവും അതോടൊപ്പം ചെറിയ ഭയവും എനിക്ക് തോന്നി. കാരണം അവിടെ അത്രയ്ക്ക് വലിയ കുഴികളും കൊക്കകളുമാണ്. അപ്പോഴേക്കും സൂര്യനെ എവിടെ നിന്നോ ചെറുതായി കണ്ടു. തണുപ്പിന് ചെറിയൊരു ആശ്വാസം. പിന്നീട് ഞങ്ങൾ ലേക്കിൽ പോയി. അത് കണ്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമായി. ഈ വലിയ ഉയരത്തിലുള്ള മലകളുടെ മുകളിൽ ഇത്രയും മനോഹരമായ തടാകമോ? ഞാൻ ചിന്തിച്ചു. അതുമാത്രമല്ല, ഓരോ മലനിരകളിലും തൊട്ടുതട്ടായി വീടുകൾ, അതിനിടയിൽ ധാരാളം കൃഷികൾ, ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, തേയിലത്തോട്ടങ്ങൾ, സ്കൂൾ, മറ്റു ഓഫീസുകൾ. അങ്ങനെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആ മലനിരകളിൽ കണ്ടു. കുറച്ചധികം മനുഷ്യർ താമസിക്കുന്ന ആ മലയുടെ മുകളിലുള്ള ഒരു ചെറു നഗരമാണത്, കൊടൈക്കനാൽ. സത്യം പറഞ്ഞാൽ പ്രകൃതി വളരെ അത്ഭുതം നിറഞ്ഞതാണെന്ന് ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറച്ചു നേരം കൂടി അവിടെയൊക്കെ നടന്നു കണ്ടു. അപ്പോഴേക്കും ചെറിയ ചാറ്റൽ മഴയും തുടങ്ങി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് വൈകുന്നേരത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചു. ചുരമിറങ്ങിയപ്പോൾ വീണ്ടും കോട കൊണ്ട് ആ മല നിരകൾ ആകെ മൂടുന്ന മനോഹരമായ ആ കാഴ്ച ഞങ്ങൾ കണ്ടു. ഒരിക്കലും മറക്കാനാവാത്ത ഒരു മനോഹരമായ ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു എൻ്റെ കൊടൈക്കനാൽ യാത്ര. താങ്ക് യു. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. താളം തെറ്റിയാലും താളം തെറ്റാതെ സൗഹൃദം പാട്ടിൻ്റെ വരികളേക്കാൾ വരികൾക്കിടയിൽ ആവേശത്തിന് പ്രാധാന്യം നൽകുന്ന ഞങ്ങളുടെ ഫൈസി സ്വന്തം ഗ്യാങ് ഇതാ വരുന്നു. കേട്ടാലോ കൂട്ടുകാരെ.
മറുപടി പറയുന്ന മടിയുണ്ടല്ലോ. നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയറ്റില് മഞ്ഞുള്ള രാത്രി നിന്റെ ചിരി അത് കണ്ടപ്പോ അയ്യോ നെഞ്ചിലൊരാതി കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോ കണ്ണു നോടക്കി ചിരിക്കലെ പെണ്ണെ കല്യാണി നിന്റെ മാർത്ത പുള്ളി എന്നെ കുടുക്കിന് കണ്ണിലെ നിറങ്ങട്ട് കയ്യിലെ വളകട്ട് കാലിലെ കുളിച്ചിട്ട് എന്നെ കുടുക്കി അരയിലെ അറിഞ്ഞണ മല കെട്ടി കിടക്കുമ്പോൾ എനിക്കെന്റെ മോഹങ്ങൾ അടപടി ഒഴുകുന്നു. നോക്കലെ നീ ഒരു തീ നോട്ടത്തിൽ മനക്കൊള്ള ചങ്കുന്ന് പിടയ്ക്കണം. നോക്കലെ നീ ഒരു തീ ഇടിമിന്നലാടി ഇരക്കെട്ട് തേടി കഥകട്ട് ചോടി അടുത്ത് നീ പാടി കവിതകൾ പാടി അരക്കെട്ട് തേടിയ മുടിയിലെ സുഗന്ധത്തിൽ രാമച്ചൻ തേടി പെരമുകളിലെ ചുടുചോരയൊഴുകുന്നു. പരമാനന്ദ സുഖമത് തേടുന്നു. മോഹം കവിതകളാകുന്നു. ഉള്ളനാണ് ഞാനിടനെന്ന് കിടക്കുന്നു. കണ്ണാടി മുന്നിലുള്ള വെള്ളാരം കണ്ണുള്ള ചേലത്തമ്മയുള്ള പെണ്ണെ അലങ്കാരി മുട്ടോളം മുടിയുള്ള കാണാൻ അഴകുള്ള വിഴിയുള്ള പെണ്ണെ സങ്കാരി കരിമിഴിയുള്ള കളവാണി കൂന്തല് കണ്ടപ്പോൾ കല്യാണി നിന്റെ മാറത്ത പുള്ളി എന്നെ കുടുക്കി കണ്ണിലെ നിറങ്ങണി കയ്യിലെ വളകണി കാലിലെ പൊളിച്ചിട്ട് എന്നെ കുടുക്കി അരയിലെ അറിഞ്ഞാണ് മരകി കിടക്കുമ്പോൾ എനിക്ക് മോഹങ്ങളാണ് നോക്കലെ നീ എത്തി നോട്ടത്തിൽ മുന്നപ്പള്ളി ചങ്കത് പിടയ്ക്കണം. നോക്കലെ നീ എത്തി കൂട്ടുകാരെ, ഇന്ന് ആമോസും ചേട്ടൻ എബ്രഹാം കെ സജിയും ചേർന്ന് ഒരു കൊച്ചു കഥയുമായാണ് വന്നിരിക്കുന്നത്. ആമോസിൻ്റെയും ചേട്ടൻ്റെയും ഈ കഥ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് ഞങ്ങൾ കരുതുന്നു. നമുക്ക് കഥയിലോട്ട് കടന്നാലോ? നമസ്കാരം. ഇന്നൊരു കഥയായാലോ? കഥയുടെ പേര് രണ്ട് കാക്കകൾ. ചിന്നുകാക്കയും മിന്നുകാക്കയും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു ദിവസം അവർ രണ്ടുപേരും തമ്മിൽ വെറുതെ ഒരു തർക്കം. ഞാനാണ് നിന്നേക്കാൾ മിടുക്കൻ. അല്ല, ഞാനാ മിടുക്കൻ. അല്ലെന്നേ, ഞാൻ തന്നെയാ മിടുക്കൻ. അല്ലെന്നേ, കൂടുതൽ മിടുക്ക് എന്തായാലും എനിക്ക് തന്നെ. അങ്ങനെയാണോ? എങ്കിൽ നമുക്ക് അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. ശരി, ഞാൻ റെഡി. എന്നാൽ കേട്ടോളൂ, ഇതാണ് പന്തയം. കനമുള്ള സഞ്ചി കാലിൽ തൂക്കി പറക്കണം. ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന ആളായിരിക്കും വിജയി. ശരി, അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ രണ്ടുപേരും പന്തയത്തിന് തയ്യാറായി. ചിന്നു ദുഷ്ട മനസ്സുള്ളൊരു കാക്കയായിരുന്നു. അവൻ സ്വന്തം സഞ്ചിയിൽ പന്നിത്തുണ്ടുകൾ നിറച്ചു. മിന്നുവിൻ്റെ സഞ്ചിയിൽ പക്ഷേ ഉപ്പാണ് നിറച്ചത്. ഇരുവരും പറന്നു തുടങ്ങി. ചിന്നു മിന്നുവിനേക്കാൾ ഉയരത്തിൽ പറന്നു. കാരണം അവൻ്റെ സഞ്ചിയിൽ ഉണ്ടായിരുന്നത് കനമില്ലാത്ത പന്നിത്തുണ്ടുകളായിരുന്നല്ലോ. ഉപ്പു സഞ്ചിയുമായി പറക്കേണ്ടി വന്നതിനാൽ അത്ര ഉയരത്തിൽ പറക്കാൻ കഴിഞ്ഞില്ല. മിന്നു താഴ്ന്നാണ് പറന്നത്. പറന്നു തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ മഴ ചാറാൻ തുടങ്ങി. ചിന്നുവിൻ്റെ പന്നിത്തുണ്ടുകൾ മഴത്തുള്ളികൾ വീണു നനഞ്ഞു കുതിർന്നു. അവൻ്റെ സഞ്ചിക്ക് ഭാരം കൂടി. മിന്നുവിൻ്റെ സഞ്ചിയിലെ ഉപ്പാകെ മഴവെള്ളത്തിൽ അലിഞ്ഞുപോയി. അതോടെ സഞ്ചിയിലെ കനവും കുറഞ്ഞു. അങ്ങനെ മിന്നു ഉയരത്തിൽ പറക്കുകയും പന്തയത്തിൽ വിജയിക്കുകയും ചെയ്തു. ദുഷ്ടനായ ചിന്നുകാക്ക ഇതിൽ നിന്നൊരു പാഠം പഠിച്ചു. എന്താണെന്നറിയോ? മറ്റുള്ളവരെ ചതിച്ച് നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല. എപ്പോഴും സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. താങ്ക് യു. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. അറിവിൻ്റെ ലോകത്തേക്ക് വിരൽ തുമ്പ് പിടിച്ച് നമ്മെ നയിച്ചവർ, പതറിപ്പോയ നിമിഷങ്ങളിൽ തളരാതെ പിടിച്ചു നിൽക്കാൻ കരുത്തു പകർന്നവർ, മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനം ചെലുത്തിയ അങ്ങനെ രണ്ട് അധ്യാപകർ ഈ വർഷം നമ്മളെ പിരിഞ്ഞു പോവുകയാണ്. നമ്മുടെ ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് സാർ റോയ് സാർ, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ജാക്ലിൻ ടീച്ചർ ഔദ്യോഗികമായി നമ്മളിൽ നിന്നും റിട്ടയർ ചെയ്തു പോവുകയാണ്.
പ്രിയപ്പെട്ട ഈ ഗുരുനാഥന്മാർക്കായി ഈ ഗാനം സമർപ്പിക്കുന്നു. അവർക്കായി ഈ ഗാനങ്ങൾ എഴുതിയ സംസ്കൃതം അധ്യാപിക വിജയലക്ഷ്മി ടീച്ചർ. ഇപ്പോഴത്തെ ട്രെൻഡും AI ഉപയോഗിച്ച് ഈ പാട്ടിന് ട്യൂൺ നൽകിയ നമ്മുടെ സ്വന്തം ഹെമി ടീച്ചർ. നമ്മുടെ ഗുരുക്കന്മാർ അവരുടെ പ്രിയപ്പെട്ട വിനോദ പാട്ടുകളും ആർട്സും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ യാത്രാ മംഗളഗാനത്തിൽ. കേട്ടാലോ കൂട്ടുകാരെ. തന്നിശ്വാസം മുളന്തണ്ടിലൊതുക്കി വേണുഗാനം പൊഴിക്കുന്ന ഇന്ദ്രജാലക്കാരനെ തേടി ഗാന്ധർവ വിദ്യ തേടുമീ വിദ്യാലയത്തിൻ ചുവരുകൾ മൺതൂണുകൾ നന്ദിയോടെ യാത്രാമംഗളധ്വനികൾ കാതിലോതുന്നു. ചേതനയരട്ട കളിമൺ പാവകൾ തയ്യൽ യന്ത്രങ്ങൾ നാരിൽ നൂലുകൾ കടലാസു തോണികൾ എഴുത്താണി കൊതിക്കും ചുണ്ണാമ്പ് ധൂളികൾ ഇവയുടെ ചെറുമന്ത്രണങ്ങൾ ഞാൻ ശ്രവിക്കുന്നു യാത്രാമംഗളങ്ങൾ. സംഗീതത്തെ പ്രണയിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കൾ, ഒപ്പം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫൈസി ക്ലാസ്. താളവും മേളവും ഒത്തുചേരുന്ന ഈ നിമിഷം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇതാ ഞങ്ങളുടെ മറ്റൊരു പാട്ട്. അങ്ങു വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങു നീലത്തൊഴുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി തല വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. തല കൊളുത്തുള്ളൊരാൾ ചെലത്തും വെറ്റില ചെല്ലത്തിലോ. ഭൂമിയെപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളമ്പാവേ. കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നെ. കളയാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. നീണ്ട പാതയിൽ കൈവിരൽ പിടിക്കുവാൻ കൂടെയാരി നീ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് യുക്തിയിലേക്കും മനുഷ്യനെ നയിക്കുന്ന വെളിച്ചമാണ് ശാസ്ത്രം. പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഈ ലോകത്തെക്കുറിച്ച് ഞങ്ങളുടെ കൂട്ടുകാർ തയ്യാറാക്കിയ ശാസ്ത്ര ഗീതം നമുക്കിനി കേൾക്കാം. ആയിരം കണ്ണുമായി ലെൻസിലൂടെ ഞാൻ നോക്കി. ലെൻസിന്റെ മറുഭാഗത്തായി സ്ക്രീനിൽ കണ്ടു പ്രതിബിംബം. സ്ക്രീനിൽ കണ്ടു പ്രതിബിംബം. തലകീഴായൊരു പ്രതിബിംബം. തലകീഴായൊരു
ഭക്ഷണത്തിന് നിറവും മണവും രുചിയും നൽകി അതിനെ ഒരു അനുഭവമാക്കി മാറ്റുന്ന മാന്ത്രികതയാണ് പാചകം. ഒരു ചിത്രകാരൻ ക്യാൻവാസിൽ ചായങ്ങൾ കൊണ്ട് വിസ്മയം തീർക്കുന്നത് പോലെയും ഒരു സംഗീതജ്ഞൻ സ്വരങ്ങൾ കോർത്തിണക്കി രാഗങ്ങൾ സൃഷ്ടിക്കുന്നത് പോലെയും പാചകക്കാരൻ സുഗന്ധ വ്യഞ്ജനങ്ങളും ചേരുവകളും കൃത്യമായി അളവിൽ ചേർത്ത് രുചിയുടെ ലോകം പണിയുന്നു. നമ്മുടെ 2 സുഹൃത്തുക്കൾ ആദിത്യ അനൂപ്, അമാനുൽ മാലിക് 2 വ്യത്യസ്ത റെസിപ്പീസ് പറഞ്ഞു തരുന്നു. കേട്ടാലോ കൂട്ടുകാരെ? ചെയ്തു നോക്കണേ. പ്രിയ കൂട്ടുകാരെ, നമുക്കിന്നൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലോ? ഇത് മാമ്പഴക്കാലമല്ലേ? ചെറിയ മാമ്പഴം കൊണ്ടുള്ള പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: മാമ്പഴം, മുളക് പൊടി, ജീരകം, തേങ്ങ, എണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് വിധം: മാമ്പഴത്തിൻ്റെ തൊലി പൊളിച്ചെടുത്ത് ഒരു പാത്രത്തിലിടുക. അതിൽ കുറച്ച് വെള്ളമൊഴിക്കുക. ഉപ്പും ഇടുക. സ്റ്റൗ ഓൺ ചെയ്ത് അടുപ്പത്ത് വയ്ക്കുക. മിക്സിയുടെ ജാറിൽ തേങ്ങ ചിരവിയത്, ചെറിയ ജീരകം, ഉള്ളി, മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി അരയ്ക്കുക. ശേഷം വേവുപാകമായ മാങ്ങയിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. മധുരം കുറഞ്ഞ മാങ്ങയാണെങ്കിൽ കുറച്ച് ശർക്കര പാനി കൂടി ചേർക്കാവുന്നതാണ്. ചെറുതിള വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുക. ശേഷം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുകും ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ച് കറിയിലേക്ക് ചേർക്കുക. മാമ്പഴ പുളിശ്ശേരി തയ്യാർ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാൻഡ്വിച്ചാണ്. അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: ബ്രെഡ്, പുഴുങ്ങിയ മുട്ട, വേവിച്ച ചിക്കൻ, ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റ്, സവാള, ഉപ്പ്, മയോണൈസ്, കുരുമുളക് പൊടി. ആദ്യം ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ചെറുതായി അരിഞ്ഞ സവാളയും ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവും ചേർക്കാം. തുടർന്ന് മുട്ടയും ചിക്കനും ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഉപ്പും മയോണൈസും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം. തുടർന്ന് ബ്രെഡിൽ വച്ച് കരിക്കാം. നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. ചിലരുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സുഖം തോന്നും. അത്തരത്തിൽ മനോഹരമായൊരു ശബ്ദത്തിനുടമയാണ് നമ്മുടെ സ്വന്തം ദേവനന്ദ ചേച്ചി. ഒരു പാട്ട് കേട്ടാലോ? വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതനദര കാന്തിയോ, ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതനദര കാന്തിയോ. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തു വിടർന്നു. മുഖമാമിൻ മനസ്സിൻ ഗാനമായി നീ വിടർന്നു. മുഖമാമിൻ മനസ്സിൻ ഗാനമായി നീ വിടർന്നു. ഹൃദയമൃദുല തന്ത്രിയേന്തി ദേവാമൃതം. വൈശാഖ സന്ധ്യേ നിൻ ചുണ്ടിലെന്തേ അരുമ സഖിതനദര കാന്തിയോ. മലരിതളിൽ മണിശലഭം വീണുമയങ്ങി, രതിനദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി. മലരിതളിൽ മണിശലഭം വീണുമയങ്ങി, രതിനദിയിൽ ജലതരംഗം നീളെ മുഴങ്ങി. നീറുമിൻ പ്രാണനിൽ നീ ആശതൻ തേനൊഴുക്കി. നീറുമിൻ പ്രാണനിൽ നീ ആശതൻ തേനൊഴുക്കി. പുളകമൂലമേന്തിരാഗ വൃന്ദാവനം.
വൈശാഖസന്ധ്യേ നിൻ ചുണ്ടിരെന്തേ അരുമ സഖിതനതര കാന്തിയോ ഓമനേ പറയൂ നീ വിണ്ണിൽ നിന്നും പാറി വന്ന ലാവണ്യമേ. മഴവില്ല് പോലെ മനോഹരമാണ് ഞങ്ങളുടെ സൗഹൃദം. വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് എൻ്റെ കൂട്ടുകാരി, പ്രിയ കൂട്ടുകാരി ആഗിൻ മരിയ പാട്ടിലൂടെ പറഞ്ഞു തരും. നമുക്കൊന്ന് കേട്ടാലോ കൂട്ടുകാരെ? കണ്ണോടെ കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പൊഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാത്തായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേന്നിറങ്ങു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി. കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകി, എത്തിത്തൊടാൻ എത്തുകില്ല മരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകി, എത്തിത്തൊടാൻ എത്തുകില്ല മരിവില്ലാണു നീ. ഈറമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട് നല്ലിളം കാറ്റ്. കണ്ണാടിപ്പുഴയിലെ പൂത്തിരങ്ങൾ, ഞാവല്ലോ നീയല്ലോ തീരങ്ങൾ. തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിതിൽ പോയിടാ. വിണ്ണതി പോലൊഴുകിനാം. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകി, എത്തിത്തൊടാൻ എത്തുകില്ല മരിവില്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകി, എത്തിത്തൊടാൻ എത്തുകില്ല മരിവില്ലാണു നീ. കായൽ തിരമാലകളാകി തിടി വന്ന പൂവുകളായി പൂക്കൂടിനരികിലായി ചേർന്നിരിക്കാം. ചുംബന പൂവിതളിഞ്ഞ് അധ്യാനഭൂതികളായി, അധ്യാനഭൂതികളിൽ നാം ഒഴുകി. പോകാതെ മിഴി നനഞ്ഞിടരി തൂവാതെ, മായാതെ മനം പിടയുന്നൊരു നോവോടെ. കണ്ണാടി എന്ന പോലെ കണ്ടതും നിന്റെ കണ്ണിലല്ലേ. ഞാൻ തനിയെ നിന്നതും കൂടെ വന്നതും ജീവനേകിയില്ലേ. കൊതിരുളിൻ പടവിൽ മുന്നിൽ മിന്നിത്തെളിയും പൊന്നിൻ താരത്തിരിയായി നീ. വിണ്ണിൽ നിന്നും പറന്നിൻ നെഞ്ചിൻ കുമ്പിലിരുന്നേ മാലാകപ്പൂവിതളേ നീ. മായാജാലമേ മായാതെന്നുമേ പോകാതെ മിഴി നനഞ്ഞിടരി തൂവാതെ. മായാതെ മനം പിടയുന്നൊരു നോവോടെ. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നാം മലയാളികൾ നെഞ്ചേറ്റിയതാണ് തമിഴ് ഗാനങ്ങളെ. മനോഹരമായൊരു ഗാനം നമുക്കിനി കേൾക്കാം. ഇതാ കാതലിൻ്റെ ഈണവുമായി ഒരു തമിഴ് ഗീതം. விட்டு போன போட்டு அடிக்கட்டி மேலே பாட்டு அவ போல இங்க யாருன்னு காட்டு. வேற பட்டா நூறு கட்டு அவ வச்சா ஓட போட்டு விச விட்டு ஞானம் பேரு நீ கேட்டு.
சில சஞ்சாரேயுன்னா எனக்கு நீ தாடியத்தாக்க உண்மைட ஓரமனக்கு கட்டிக்கடி ஹே அத்தாடி என்ன மினுக்கு ஆமாடி எல்லாம் நீ கூடே வாசாங்கெடுக்க ஊத்திக்கடி பொடிந்த கல்லை வச்சுன்னு தவில அடிக்க பவிழ மல்லியை கட்டிக்கவா நான் பவிழ மல்லியை கட்டிக்க நெஞ்ச குத்துதமான கட்டிக்கிட்டு என்ன வாசப்பிள்ளைய மெச்சுக்கவா அடிய ராணி ரெண்டாக்க പട്ടളം കെട്ടിന ചോടി. സുഹൃത്തുക്കളെ, സംഗീതം ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല. ഇപ്പോൾ നമ്മുടെ മുന്നിൽ പാടാൻ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി എവലിൻ ട്രീസ റോബിൻ ആണ്. അവളുടെ മനോഹരമായ ശബ്ദത്തിൽ ആ പാട്ട് നമുക്ക് ആസ്വദിച്ച് കേൾക്കാം. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി ചിറകുകൾ മെല്ലെ നീർത്തിതാ ചിരിമണിമാല കോർത്തിതാ നിറയുകയായി മനം സ്വയം പോയിടാം കാണാത്ത ദൂരങ്ങളിൽ രണ്ടോമൽ ചായം തൊടും മേഘമായി പുതിയൊരു പിറവിൽ ചേർത്തിടാം മാനവ പൂങ്കൊമ്പിലായി നോർമ മാഞ്ഞിടുമോ ശ്വാസമായി. ഏതൊരു വാനമൊഴിഞ്ഞേ വീണൊരു താരകമീ ഞാൻ തിരയേണ്ടതേ വീണ്ടും പാതകളറിയാനെന്നും കുടയാൻ ഒരു മോഹം മനവായി നിന്നെ കണ്ണിൽ തിരക്കിലും തിരക്കുവാൻ അടുത്തൊരാളെന്നെ ഈ തരുമ്പിലും കുറുമ്പിലും ചിരിച്ചിടില്ലേ ഈ ഊഞ്ഞാലുപോൽ കൈകൾ നീട്ടിയിടുമോ ഞാനാടുവാൻ പോയിടാം. പുതുമഴ വീണ പോലൊരാൾ അരികിലിരുന്ന രാത്രിയിൽ ഹൃദയമൊരേ നിലാനദി ചിറകുകൾ മെല്ലെ നീർത്തിതാ ചിരിമണിമാല കോർത്തിതാ നിറയുകയായി മനം സ്വയം.
You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഞങ്ങളുടെ ക്ലാസ്സിലുണ്ട് ഒരു ദേവ, നമ്മുടെ സ്വന്തം ദേവതയ. പാട്ടിനേക്കാൾ കൂട്ട് പടംവരയോടാണെങ്കിലും പാട്ട് സൂപ്പറാണോന്ന് നമുക്കൊന്ന് കേട്ടാലോ. ഇന്ന് വരെ കണ്ടതില്ല ഞാൻ പൊന്നൊരുക്കി വെച്ച പെൺമുഖം, ഇന്ന് വരെ കണ്ടതില്ല ഞാൻ പൊന്നൊരുക്കി വെച്ച പെൺമുഖം, വിണ്ണിൽ നിന്നു വന്ന മണ്ണിൽ കൂട്ടുചേർന്ന പെണ്ണിവൾ കണ്ണിവൾ, തേടിക്കിട്ടിയൊരു വെണ്ണില പാതിരാവിൽ വന്നു പൊന്മഴ, തൂവൽ തുമ്പിൻ മുനയാലൊരു മൃദുലാക്ഷരം, സീമാതി കസൂരോദയ ദീപാങ്കുരം, ആകാശം മിന്നിത്തെന്നും ഒരു പൊന്മാനം, മേലെ കണ്ടു കനവിൻ കോണിക്കുനയായി കുളിർമഴ നനവ, കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ, നീ എനിക്കുള്ള കന്നിപ്പെണ്ണാണേ, കാത്തു കിട്ടിയ മുത്താണേ, തേടിക്കിട്ടിയ പൊന്നാണേ, കട്ടെടുത്തൊരു മോഹസ്വത്താണേ. ഓ ഓ ഓ ഓ ഓ വരുമോ വരുമോ ഇതിലേ വരുമോ, നിന്നെ കാൽക്കുടഞ്ഞേ മോഹപ്പെൺമാനെ, നീ പോകാതെ പോകാതെ കൈവിടിയാതെ, 100 മോഹങ്ങൾ ദാഹങ്ങൾ തേടി വരുമ്പോൾ, തീരം തിരയോടി ഒരു പ്രേമ സല്ലാപം, കാറ്റും മുളം തണ്ടും ഒരു ഗാന സല്ലാപം, മുകിലര മഴ പൊഴിയണായി വകലേ, കാട്ടു ചെമ്പകം പൂത്തോട്ടെ നാട്ടു തത്തമ്മ കേട്ടോട്ടെ, നീ എനിക്കുള്ള കന്നിപ്പെണ്ണാണേ, കാത്തു കിട്ടിയ മുത്താണേ, തേടിക്കിട്ടിയ പൊന്നാണേ, കട്ടെടുത്തൊരു മോഹസ്വത്താണേ. ഓ ഓ ഓ ഓ ഓ. താളം തെറ്റിയാലും താളം തെറ്റാതെ സൗഹൃദം പാട്ടിൻ്റെ വരികളേക്കാൾ വരികൾക്കിടയിൽ ആവേശത്തിന് പ്രാധാന്യം നൽകുന്ന ഞങ്ങളുടെ ഫൈസി സ്വന്തം ഗ്യാങ് ഇതാ വരുന്നു. കേട്ടാലോ കൂട്ടുകാരെ. നീയൊരു സൂത്രം കാട്ടിയില്ലേ, നിന്നെ അവർ തല്ലി വിട്ടില്ലേ, നിനക്കേറെ കോപം വന്നില്ലേ, അമ്മാവനെ നീ വധിച്ചില്ലേ, നാല് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ തകൃതം താഴെ, ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ ഭ്രാന്തനെ പോൽ തകൃതം താഴെ, പടക്കളം തന്നിൽ ഒരു മഹാവിരുദ്ധം വന്നല്ലോ, വടയിടുവാൻ തുനിഞ്ഞല്ലോ, വശിയവനേറെയുണ്ടല്ലോ, വിഷബഹുകേമമാണല്ല, എല്ലാം മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ തകൃതം താഴെ, മാറി മാറി വന്നു നിന്നത് കൃഷ്ണനല്ലേ തകൃതം താഴെ. പൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. ഇനി സ്കൂൾ വാർത്തകൾ കേട്ടാലോ. ഈ ആഴ്ചത്തെ വാർത്തകളുമായി നിരഞ്ജന രേദേവ് നമ്മുടെ മുന്നിലെത്തുന്നു.
നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന രതി. സംസ്ഥാനതല ഇൻസ്പയർ അവാർഡ് മത്സരത്തിലേക്ക് ഗൗരീഷ് KS. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഇൻസ്പയർ അവാർഡ് മനാക് 2024 ജില്ലാതല മത്സരത്തിൽ വിജയിച്ച വിദ്യാലയത്തിലെ ഗൗരീഷ് KS. സംസ്ഥാന തല മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അടുക്കളയിലെ സുരക്ഷ മുൻനിർത്തി ഗൗരീഷ് വികസിപ്പിച്ച ഗ്യാസ് ലീക്കേജ് ഡിറ്റക്ഷൻ ആൻഡ് സെൻസർ എക്യുപ്മെൻറ്റ് എന്ന നൂതന ശാസ്ത്ര പ്രൊജക്റ്റാണ് ഈ നേട്ടം കൈവരിച്ചത്. കായിക രംഗത്ത് കരുത്തേറ്റ നേട്ടം. ജാനകിക്ക് ബ്ലാക്ക് ബെൽറ്റ്. കായിക മേഖലയിൽ സ്കൂളിൻ്റെ പെരുമയുയർത്തിക്കൊണ്ട് 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ജാനകി ബ്ലാക്ക് ബെൽറ്റ് കരസ്ഥമാക്കി. ഏപ്രിൽ 12 നടന്ന കടുപ്പമേറിയ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ചാണ് ജാനകി ഈ നേട്ടം സ്വന്തമാക്കിയത്. കായിക പ്രതിഭയായ ജാനകിയെ സ്കൂൾ അധികൃതരും PTA അഭിനന്ദിച്ചു. പുതിയ അധ്യയന വർഷത്തിനായി സ്കൂൾ ഒരുങ്ങുന്നു. വരാനിരിക്കുന്ന പുതിയ അധ്യയന വർഷത്തെ മികവോടെ വരവേൽക്കാൻ സ്കൂളിൽ വിപുലമായ നിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കുട്ടികൾക്ക് മികച്ച പഠന സാഹചര്യമൊരുക്കുന്നതിനായി സ്കൂൾ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികളും മറ്റ് ഭൗതിക സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലുകളുമാണ് നടക്കുന്നത്. ജൂണിൽ വിദ്യാലയം തുറക്കുമ്പോഴേക്കും ആകർഷകവും സൗകര്യപ്രദവുമായ ക്യാമ്പസ് വിദ്യാർത്ഥികൾക്കായി സജ്ജമാകും. താങ്ക് യു. കൂട്ടുകാരെ, അവധിക്കാലം നിങ്ങൾ അടിച്ചു പൊളിക്കുകയാണല്ലേ. എന്നാലും ഈ കടുത്ത ജോഡിൽ അല്പം കരുതലോടെ വേണം അവധിക്കാലം കളറാക്കാൻ കേട്ടോ. റേഡിയോ പ്രിയോറിലെ ഇന്നത്തെ ഞങ്ങളുടെ പരിപാടികൾ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ കൂട്ടുകാർക്ക് മധുരമുള്ള നല്ലൊരു അവധിക്കാലം ആശംസിച്ചുകൊണ്ട് ഞാൻ അങ്കിത ലക്ഷ്മി സൈനിങ് ഔട്ട്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം.